ഹലോ ഗൈസ്, നമസ്കാരം. അങ്ങനെ രണ്ടാമത്തെ കളി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോഴാണ് മൊത്തത്തിൽ കളി കണ്ട് സ്കോറൊക്കെ എഴുതി വെച്ച്. കൂടുതൽ കളി ആക്ച്വലി രാജസ്ഥാനും CSKയും ആയിരുന്നു. കൂടുതൽ ലാഗാക്കുന്നില്ല. CSK പൊട്ടി എന്ന് പറഞ്ഞാൽ 8 നില പൊട്ടി CSK പൊട്ടി 8 നില പൊട്ടി. CSK ആക്ച്വലി 6 റൺസിനാണ് പൊട്ടിയത് രാജസ്ഥാൻ്റെ കൂടെ. കളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ക്ലൈമാക്സ് അവസാന തോറ് വരെ പോയി കളി. അവസാന തോറ് മറ്റേ ഇന്നത്തെ തോൽവിക്ക് കാരണം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണം ധോണി തന്നെയാണ്. കാരണം ധോണിയിൽ അവസാനം ഇറക്കിയിട്ട് എന്തോ വലിയ ചെയ്യും, മല പറിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ഓവറിൽ ഫസ്റ്റ് ബോൾ വൈഡ് പോയി. പിന്നെ ആ വൈഡിൻ്റെ എറിഞ്ഞപ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ബോളിൽ തന്നെ അവൻ ഔട്ട് വിക്കറ്റ് പോവുകയും ചെയ്ത്. അവസാനം വരെ അത്രയും കൊണ്ടുപോയത് തന്നെയാണ് ഏറ്റവും വലിയ ഇത്. ഇന്നത്തെ കുറേയൊക്കെ ഇതിനകത്ത് ധോണി തന്നെ കാരണം ഞാൻ പറയുന്നത് ഇന്നത്തെ കളിയിൽ. അപ്പോൾ എന്തായാലും ഇന്ന് CSK 8 നില പൊട്ടി, 6 റൺസിൽ പൊട്ടി. രാജസ്ഥാൻ ജയിച്ചു. അതുപോലെ ഞാൻ സ്കോർ പറയാം. ആക്ച്വലി ഫസ്റ്റ് ബാറ്റിംഗ് രാജസ്ഥാനായിരുന്നു. രാജസ്ഥാൻ്റെ സ്റ്റാർട്ടിങ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. സഞ്ജു 20 റൺ അടിച്ചുള്ളൂ. ജയ്സ്വാൾ വലിയൊന്നും കളിച്ചൊന്നുമില്ല. നിതീഷ് റാണ അവൻ കളിച്ചു. അവൻ നല്ല സൂപ്പറായിട്ട് കളിച്ചു. അവൻ 36 പന്തിൽ 81 റൺ അടിച്ചു കൂട്ടിയത്. ആ ഒരു ഒറ്റയാൾ പുരട്ടുന്ന ആ ഒരു രീതിയിലായിരുന്നു. നമ്മൾ മാത്രമേ കളിച്ചു, വേറെ കളിച്ചില്ല. അവൻ നല്ല സൂപ്പറായിട്ട് കളിച്ചു. അവൻ 10 4ഉം 5 6ഉം അടിച്ചു. പിന്നെ റയാൻ പരാഗ് 28 പന്തിൽ നിന്ന് 37 റൺ, 2 4ഉം 2 6ഉം. പിന്നെ ഹെഡ്മയർ 16 ബോളിൽ 19. ഹെഡ്മയർ ഒരു 4ഉം ഒരു 6ഉം. വേറെ ആരും അടിച്ചില്ല. സഞ്ജു, നിതീഷ് റാണ, റയാൻ പരാഗ്, ഹെഡ്മയർ, ഇവർ 4 പേരും. ഹെഡ്മയർ മറ്റേ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇവർ നല്ലൊരു കളിച്ചുള്ളൂ. അങ്ങനെ രാജസ്ഥാൻ അടിച്ചു വെച്ചാൽ 182-ന് 9 എണ്ണം പോയി. ഇപ്പം CSK കൊണ്ട് എറിഞ്ഞു വെച്ചാൽ ഖലീൽ 2 വിക്കറ്റ് ഇട്ട് 38 റൺ ഇട്ട് കൊടുത്തു 4 ഓവറിൽ. പിന്നെ രവീന്ദ്രൻ അശ്വിൻ 4 ഓവറിൽ 46 റൺ ഇട്ടു 1 വിക്കറ്റ് ഇട്ടു. നൂർ അഹമ്മദ് നല്ല സൂപ്പറായിട്ട് എറിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കളിയിൽ നല്ലോണം എറിഞ്ഞത്, ഇപ്പോഴും നല്ലോണം എറിഞ്ഞു. ഇപ്പോൾ 2 വിക്കറ്റ് ഇട്ടു 28 റൺ, 4 ഓവർ 28 റണ്ണേ വിട്ട് കൊടുത്തുള്ളൂ. 2 വിക്കറ്റ് ഇടുകയും ചെയ്തു. മതേഷ പത്തേരാണ് ശ്രീലങ്കയുടെ. അവനും 4 ഓവർ 28 റൺ കൊടുത്തു 2 വിക്കറ്റ് ഇട്ടു. പിന്നെ ജഡേജ 2 ഓവർ 10 റൺ ഇട്ട് കൊടുത്തു 1 വിക്കറ്റ് ഇട്ടു. പിന്നെ ഓട്ടം ചെണ്ടായിരുന്നു. മൊത്തത്തിൽ 2 ഓവർ 30 റൺ അടിച്ചു കൂട്ടി ഓട്ടനെ. അങ്ങനെ അവരുടെ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെ രാജസ്ഥാൻ 182-ന് 9. മറുപടി CSKയുടെ ബാറ്റിംഗ് തുടങ്ങി. CSKയുടെ ബാറ്റിംഗ് വലിയ CSK കളിച്ചു വെച്ചാൽ ത്രിപാഠി കളിച്ചു. 19 ബോൾ 23, 3 4ഉം 1 6ഉം. ഋതുരാജ് ഗായ്ക്കോട് ക്യാപ്റ്റൻ അവനാണ് കളിച്ചത്. ആകെപ്പാട് ഇച്ചിരി മീൻസ് മെച്ചമുള്ള കളി അവരുടെ ടീം. CSK ഇന്ന് കളിച്ചതിൽ നല്ലോണം കളിച്ചു വെച്ചാൽ അവൻ മാത്രമേ കളിച്ചുള്ളൂ, വേറെ ആരും കളിച്ചൊന്നുമില്ല. വേറെ ജഡേജ കുറച്ച് കളിച്ചു. ഗായ്ക്കോട് 44 ബോളിൽ 63 റൺ അടിച്ചു, 7 4ഉം 1 6ഉം. പിന്നെ ശിവൻ ഡുബെ 10 ബോളിൽ 18, വലിയൊന്നുമില്ല, 1 4ഉം 2 6ഉം. പിന്നെ ജഡേജ 22 ബോളിൽ 32, 2 4ഉം 1 6ഉം. പിന്നെ നമ്മുടെ സ്വന്തം ധോണി, ദ ഗ്രേറ്റ് ധോണി, ഫിനിഷർ ധോണി. ഏത് ഫിനിഷർ, എവിടത്തെ ഫിനിഷർ ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. ധോണി 11 ബോളിൽ 16 റൺ അടിച്ചു, 1 4ഉം 1 6ഉം. പിന്നെ അവസാനം വന്ന ഓവർട്ടൺ 4 ബോളിൽ നിന്ന് 11 റൺ അടിച്ചു, 1 6 അടിച്ചു. അങ്ങനെ CSK അടിച്ചത് 176-ന് 6 വിക്കറ്റ് പോയി. അങ്ങനെ CSK 8 നില പൊട്ടി. രാജസ്ഥാൻ ജയിച്ചു 6 റൺസിന്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് തന്നെ പറയാം. പക്ഷേ കളി നല്ല ഇൻട്രസ്റ്റിംഗ്. അവസാനം ലാസ്റ്റ് ഓവർ ഒരു കളി പോയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കളിയിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഇന്നത്തെ തോൽവി കാരണം ഒരു കണക്കിന് ധോണി തന്നെയാണ്. ചുമ്മാ അവസാനം വരുന്നത് അവസാനം എന്തോ മലമറിക്കാന്നുള്ള ആ ഒരു രീതിയിൽ വന്നു. പക്ഷേ ഒരു പിണ്ണാക്ക് നടന്നതുമില്ല. ഫസ്റ്റ് ബോളിൽ തന്നെ ലാസ്റ്റ് ഓവറിൽ അതിനകത്ത് പക്ഷേ ജോഫ്ര ആർച്ചർ നല്ല സൂപ്പറായിട്ട് എറിഞ്ഞായിരുന്നു. ജോഫ്ര ആർച്ചർ ആക്ച്വലി രാജസ്ഥാൻ്റെ ബൗളിംഗ് കൂടെ പറയാം. ആക്ച്വലി അത് പറഞ്ഞില്ല. രാജസ്ഥാൻ്റെ ബൗളിങ്ങിൽ ആക്ച്വലി ജോഫ്ര ആർച്ചർ നല്ല സൂപ്പറായിട്ട് എറിഞ്ഞു. ജോഫ്ര ആർച്ചർ 3 ഓവറിൽ 13 റണ്ണേ വിട്ടു കൊടുത്തുള്ളൂ, 1 വിക്കറ്റ് ഇടുകയും ചെയ്ത്, 1 മേഡിങ് ഇട്ടുകയും ചെയ്തു. പക്ഷേ ഇവൻ ലാസ്റ്റ് ഓവർ കൊടുത്തില്ല. എന്തോ കൊടുത്തതെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ഓവർ ഒരു ഓവർ ഇവൻ്റെ ബാക്കിയുണ്ടെന്ന് പക്ഷേ കൊടുത്തില്ല അവന്. പിന്നെ ദേശ്പാണ്ഡെ 4 ഓവർ 45, ഇച്ചിരി അടി കിട്ടി. സന്ദീപ് ശർമ്മ ലാസ്റ്റ് ഓവർ നല്ല. സന്ദീപ് ശർമ്മയാണ് കളി നേരെ തിരിച്ചു വിടുന്നത്. 4 ഓവർ 42 വിട്ടു കൊടുത്തു, 1 വിക്കറ്റ് ഇട്ടു. ആ വിക്കറ്റ് ധോണിയുടെ വിക്കറ്റാണ് കിട്ടിയത്. പിന്നെ ഏറ്റവും മെയിൻ ബോളർ എടുത്ത് പറഞ്ഞേ പറ്റുന്നത് വേറെ ആരുമില്ല, വാനിതു ഹസരംഗ, ശ്രീലങ്കയുടെ റൈറ്റ് ആം സ്പിന്നർ. അവനാണ് 4 വിക്കറ്റ് ഇട്ടു. 4 ഓവർ 35 റൺ വിട്ടു, 4 വിക്കറ്റ് കിണ്ണ കഴിച്ച 4 വിക്കറ്റ്. അവനാണ് കുറേയൊക്കെ പിടിച്ചു നിർത്തിയത്. അവനും നല്ലൊരു പങ്കുണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാന് വേണ്ടി നല്ല കളിച്ചു വെച്ചാൽ ബാറ്റിംഗിൽ നിതീഷ് റാണ കളിക്കുകയും ചെയ്ത്, ബൗളിങ്ങിൽ വാനിതു ഹസരംഗയും. ഇവരാണ് ഇന്ന് കളി മൊത്തത്തിൽ തിരിച്ചുകൊണ്ട് വന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ കളിയായിരുന്നു. ധോണി നല്ല സൂപ്പർ കളി. ഇങ്ങനെ തന്നെ കളിച്ചു പോകണം. ബെസ്റ്റ് ഫിനിഷർ നീ തന്നെയാണ്, വേറെ ആരുമില്ല. ഇങ്ങനെ തന്നെ കളിച്ചു പോകണം ധോണി. എന്നാലും മറ്റു ടീമിൽ കയറി പോകത്തുള്ളൂ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും CSK 8 നില പൊട്ടി, രാജസ്ഥാൻ ജയിച്ചു. ഓക്കെ, ശരി, ബൈ.